എല്ലാവർക്കും നമസ്കാരം. നമ്മളെ രഘു ഇന്ന് നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുണ്ട്. ഇപ്പം വിഷുവിന് ശേഷം ഇപ്പോൾ കുറേ ദിവസമായി വരാത്ത അതിനുശേഷം ഇന്നാണ് വരുന്നത്. അപ്പോൾ നമ്മളൊരു സൗഹൃദത്തിൻ്റെ ഒരു കാര്യം പറയുകയാണ്. ഞാൻ ശരിക്കും കണ്ണൂർ ജില്ലയിലും ഇവൻ കാസർഗോഡ് ജില്ലയിലാണ്. ഇവൻ കാസർഗോഡ് ജില്ലയിലെ കടുമേനി എന്ന് പറഞ്ഞ സ്ഥലത്തും ഞാൻ കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്തും വന്നു. ഇവിടെ നമ്മളെ വർത്തമാനത്തിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും. ഇവൻ കാസർഗോഡ് ഭാഷയല്ല ശരിക്കും സംസാരിക്കുന്നത്. ഇവൻ്റെ അയൽവക്കക്കാരും ഇവൻ്റെ സുഹൃത്തുക്കളൊക്കെ അങ്ങനെ ആയതുകൊണ്ടാണ്. അതിനിടയ്ക്കാണ് എൻ്റെ നാട്ടിലത്തൊരു കാര്യം പറയാം. എൻ്റെ നാട്ടിൽ ചെറുപുഴക്കടുത്ത് കൂടപ്പുറം എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ കക്കോടിലൊരു വീടിൻ്റെ അടുക്കളയും മറ്റ് ഭാഗങ്ങളൊക്കെ ചെറുപുഴ പഞ്ചായത്തിലും ബെഡ്റൂമും അതുപോലെ മറ്റ് സംഭവങ്ങളൊക്കെ ആലക്കോട് പഞ്ചായത്തിലും. അപ്പോൾ ഒരു വീടിന് നടുക്കൂടെയാണ് അതിൻ്റെ അതിര് പോകുന്നത്, അതിൻ്റെ ബോർഡർ പോകുന്നത്. അതുപോലെയാണ് നമ്മൾ രണ്ടും. നമ്മൾ ചെറുപുഴയിൽ ഇവൻ കാസർഗോഡ് ജില്ലയിലെ കടുമനി ഇവൻ്റെ താമസം. പക്ഷേ നിങ്ങൾ കണ്ട കണ്ണൂരും കാസർഗോഡും അല്ല നമ്മൾ താമസിക്കുന്നത്. നമ്മൾ സാധാരണ ഇങ്ങനെ ഇതിൻ്റെ ബോർഡർ വരുന്ന സ്ഥലത്താണ്. ഇതിപ്പോൾ ശരിക്കും ഭീമനടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ ഷോപ്പുള്ളത്, ഒലീവ് കളക്ഷൻ ഉള്ളത്. ഇവൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വരും. ശരിക്കും സ്റ്റാർട്ടിങ് ഒരു കലോത്സവമാണ്. അതെ ഉപജില്ലാ കലോത്സവം വെള്ളരിക്കുണ്ട് സ്കൂളിൽ നടക്കുന്നു. ഫ്രണ്ടായ അനീഷിന്റെ ഫ്രണ്ടാണ് ആക്ച്വലി അനീഷിന്റെ ഫ്രണ്ടായ ഇവര് കലോത്സവത്തിൽ അനീഷ് എന്നെ പരിചയപ്പെടുത്തുന്നു. അങ്ങനെ അവിടെ നിന്നാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്നത്. അതിനുശേഷം എന്താ നമുക്കൊരു നിമിത്തം എന്നൊക്കെ പറഞ്ഞ പോലെ എനിക്ക് സന്ദീപേട്ടനെ കൊണ്ട് നമ്മുടെ ഫോണിനെ സംബന്ധിച്ച് ഒരുപാട് ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. മുൻപ് ഞാൻ ഒരാളെ തിരയുകയായിരുന്നു. അതുവരെ സന്ദീപേട്ടനെ കണ്ടുമുട്ടിയപ്പം സന്ദീപേട്ടൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് ആ ഡൗട്ടൊക്കെ അറിയാം, നീ കടയിലേക്ക് വരൂ എന്ന് പറഞ്ഞു. അതിന് ശേഷമാണ് കടയിലേക്ക് വന്നു തുടങ്ങിയത്. വന്നു തുടങ്ങി അവിടെ മുതൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു. എന്താ പറയേണ്ടത്, അത്രയും നല്ലൊരു ഇന്ന് വരെ. പിന്നെ വിഷുവിന് ശേഷം എനിക്ക് വരാൻ സാധിച്ചിട്ടില്ല. വിഷുവിൻ്റെ ഒരു സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരൻ്റെ കടയിൽ നിന്നുള്ള കോസ്റ്റ്യൂമാണ് ഞാൻ സ്പോൺസർ ചെയ്താണ് ഞാൻ വിഷുവിൻ്റെ അന്ന് ഇട്ടത്, ആ കോസ്റ്റ്യൂം. അപ്പോൾ എന്ന് വേണ്ട നമ്മൾ തമ്മിലിപ്പം ഒരു എത്ര കലോത്സവം നവംബറിലാണ്, നവംബർ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ്. രഘുവിൻ്റെ കുറേ വ്യൂവേഴ്സ് എന്നോട് ചോദിക്കുന്നുണ്ട്, ഓൺലൈനിൽ ഒലീവിന് സർവീസ് ഉണ്ട്. ഓൺലൈനില്ല, നമുക്ക് ഓൺലൈനിലായിട്ട് സെയിലൊന്നുമില്ല, അങ്ങനത്തെ സൈറ്റോ അങ്ങനത്തെ ഒന്നും നമുക്ക് ഓൺലൈനില്ല. പക്ഷേ ചോദിച്ചു കഴിഞ്ഞാലൊക്കെ നമ്മൾ അയച്ചു കൊടുക്കും. അതുപോലെ തന്നെ നിങ്ങൾ പിന്നെ വെഡ്ഡിങ്ങിൻ്റെയോ അല്ല ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ സർപ്രൈസ് കൊടുക്കണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി, നമ്മളത് അയച്ചു കൊടുക്കും. അതുകൊണ്ട് ഓൺലൈനിലായിട്ട് നമുക്ക് സെയിലൊന്നുമില്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ കുറേ കസ്റ്റമർ അല്ല, ഇതിൻ്റെ കുറേ വ്യൂവേഴ്സാണ് ചോദിക്കാറുണ്ട്. ഉണ്ടല്ലേ, എന്നോടും തിരക്കുമായിരുന്നു ആ കട എവിടെ ആയിട്ടാണ് ഉള്ളതെന്നൊക്കെ ചോദിക്കും. ഞാൻ പറയും ഭീമനടിയാണ് ഉള്ളത്. പിന്നെ ഇവരെന്ന് വെച്ചാൽ ഷോപ്പ് ഇടുന്നതിന് മുമ്പേ ജ്വല്ലറി വർക്ക് ചെയ്ത ആളാണ്. ചെറുപുഴ പടിഞ്ഞാത്തി ജ്വല്ലറിയിലാണ് വർക്ക് ചെയ്തത്. അതിനുശേഷമാണ് ഷോപ്പ് ഇട്ടതെന്ന് എന്നോട് പറഞ്ഞത്. പിന്നെ അല്ല സ്റ്റാർട്ട് ചെയ്തല്ലേ, ഇവിടെ ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്ത്. അപ്പോൾ പിന്നെ ഇപ്പം രഘു വന്നോണ്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തേ ഉള്ളൂ. അല്ല, ആളിപ്പം കാണാതിരിക്കുമ്പോൾ തിരക്കും. അതാ പറഞ്ഞ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഇതാണ്. എനിക്ക് ഇപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. ഞാൻ വരുത്ത ഫ്രണ്ട്ഷിപ്പ് അവിടെ കഴിയും. സാധാരണ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ആ പരിചയപ്പെടുത്തി പിന്നെ അവിടെ കഴിയും, അതിന്റെ ഇത് അല്ലേ. പിന്നെ ഇങ്ങനെ തിരക്കുവോ വിളിക്കുവോ അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ എന്നെ കഴിഞ്ഞ ആഴ്ച പോലെ ഇങ്ങനെ വീഡിയോ കോൾ വിളിക്കുകയും ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം എന്താ പറയണ്ടത്, അപ്പം ഞാൻ പറയും സമയം കിട്ടുന്നില്ല. പിന്നെ കുറച്ചൊരു വീഡിയോയിലൊക്കെ വരാനുള്ള ഒരു പാകത്തിലല്ലായിരുന്നു ഞാൻ. ഇന്ന് പിന്നെ സത്യം പറഞ്ഞാൽ കുഴപ്പമില്ല. അപ്പം എന്താ പറയണ്ടേ, ഞാൻ ഇന്ന് വരാമെന്ന് പറഞ്ഞ് എന്തായാലും പുള്ളിക്കാരൻ്റെ ഒരു നിർബന്ധം കൊണ്ട് ഇന്ന് വന്നു. ഞങ്ങൾ എന്താ പറയണ്ടേ, ഇന്നിവിടെ കുറച്ച് ഞാൻ പോവും. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ വന്ന് ഇവിടെ ഇരുന്നൊരു ഭാഗമാണ്. അതുമാത്രമല്ല, പിന്നെ ഇവന്റെ ഫ്രണ്ട് ഉണ്ട് അനീഷ് കടുമേനി. അവനാണ് ഇതിന് മൂല കാരണം. ഇയാളെ പരിചയപ്പെടും ആദ്യം പറഞ്ഞല്ലോ. പിന്നെ നിന്റെ വേറെ ഫ്രണ്ട് മുകേഷ്. ഇവരൊക്കെ ചില ആൾക്കാർ നമ്മളെ ഫ്രണ്ടിന്റെ ഫ്രണ്ട് ആയിരിക്കും നമുക്ക് കൂടുതൽ ഫ്രണ്ട് ആവുന്നത്. അതുപോലെ ഇപ്പൊ അനീഷ് ഒന്നും അങ്ങനെയല്ല, ഞാൻ പറയാം, വേറെ ഒന്നും തെറ്റിദ്ധരിക്കരുത്. അനീഷ് ഇപ്പം ഇതിലൊരു റോളില്ല പോയി. പക്ഷെ അതിലിപ്പം എനിക്ക് വിഷമമുണ്ട്. അനീഷ് പരിചയപ്പെടുത്തി ഇപ്പം കൂടുതൽ നമ്മളെ കടയിലൊക്കെ വരുന്നതും ബന്ധങ്ങളൊക്കെ കൂടുതൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്കിന് പിന്നെ ഭീമനോട് വരുന്നത് നമ്മൾ